ടു ആരേഷ് വ്ളോഗ്സ്. ഇതെൻ്റെ പ്രസവരക്ഷയുടെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്കൊരു 1 വീക്കിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിസേറിനാണെങ്കിൽ ഒരു 20 days ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതും സ്റ്റിച്ചിൽ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് മാറുന്ന വരെ കാത്തു നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് വേദു കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ തൈലം, എണ്ണ ഇതൊക്കെ യൂസ് ചെയ്ത് കുളിക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുന്നേ ഡോക്ടേഴ്സ് കുളിക്കാൻ പറയും. 2 ദിവസം കഴിഞ്ഞാൽ തന്നെ സോപ്പ് തേച്ചിട്ട് കുളിക്കാൻ പറയും. സിസേറിനൊക്കെ ആകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അതായത് സ്റ്റിച്ച് പഴുക്കാണ്ടിരിക്കാനൊക്കെ സോപ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കാൻ പറയും. സെപ്പറേറ്റ് സോപ്പ് യൂസ് ചെയ്യുക, ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഒരുപാട് ചൂടുവെള്ളം ഇടാതിരിക്കാം ഫസ്റ്റ് ടൈമിലൊക്കെ. മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തതും ആ ടൈമിലായിരുന്നു. വന്ന പാടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കുളി എപ്പോഴാണോ തുടങ്ങിയത് അപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ കേസിലൊക്കെ വീട്ടിൽ പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. പക്ഷേ നമ്മൾ ഒരു 15 ദിവസത്തേക്ക് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് നമുക്ക് നമ്മുടെ മരുന്നുകളൊക്കെ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ നമ്മൾ ആ എണ്ണ തേച്ച് കുളിയൊക്കെ സെറ്റാക്കി തരും. മോളെ കുളിപ്പിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ ഒരു ഇതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാൽപ്പാമര വെള്ളം തിളപ്പിച്ചിടാന്നാണ്. അപ്പോൾ നാളെ മുതലാണ് നമ്മൾ കുടി തുടങ്ങുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം വൈകുന്നേരം നമ്മൾ നാൽപ്പാമര വെള്ളം തിളപ്പിച്ചിടുക. എത്രയാണോ വെള്ളം നമുക്ക് കുളിക്കാൻ വേണ്ടത് അത്രയും വെള്ളം നമ്മൾ എടുക്കുക. അതായത് തലയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടല്ല, തലയിൽ നമ്മൾ സെപ്പറേറ്റ് നല്ല തണുത്ത വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. നാൽപ്പാമര വെള്ളം നമ്മൾ ബോഡിയിലേക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത് അതെടുക്കുക. പിന്നെ നമ്മൾ എക്സ്ട്രാ ചൂട് പോക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം ആഡ് ചെയ്യരുത്. അപ്പം തലേന്ന് നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ജസ്റ്റ് നമുക്ക് നമ്മുടെ പാകത്തിന് എത്രയാണോ ചൂട് വേണ്ടത് അതുവരെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാം. വെട്ടിത്തിളച്ച് നിൽക്കുന്ന വെള്ളമൊന്നും മേലൊഴിച്ച് പൊള്ളിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഒരു കൈപ്പിടി നാൽപ്പാമരമാണ് നമ്മളിത് തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ തെന്നോന്തരി തൈലം മേല് തേക്കാൻ വേണ്ടി വാങ്ങി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾ, ചെറുപയർ പൊടി ഇതൊക്കെ നമ്മൾ മേല് തേക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് രണ്ടുമാണ് യൂസ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തചന്ദനം, മഞ്ചിഷ്ടപ്പൊടി ഇതൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതായത് തേന്മാവിൻ്റെ തൊലിയാണ്, കട്ടിയുള്ള തൊലിയല്ല, അതിന് താഴെയുള്ള നൈസായിട്ടുള്ള തൊലിയാണ്. അപ്പോൾ അത് മഞ്ഞളും കൂട്ടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് വേറെ ഉണ്ടാവില്ല. കഴുത്തിലെ കറുപ്പൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് അത് മതിയാവും. അപ്പോൾ ഞാനിത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കണ്ട മഞ്ഞൾ, രക്തചന്ദനം ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര എമൗണ്ടാണ് മേല് തേക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. തൈലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 15-20 മിനിറ്റ് നേരമെങ്കിലും വെക്കണം. അപ്പോൾ ഈ 20 മിനിറ്റ് നേരമൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടി നല്ലോണം എന്ത് ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം വേദനയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടാവുമെന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മൾ നാൽപ്പാമര വെള്ളം തിളപ്പിച്ചത് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തോർത്തുകൊണ്ട് മുക്കിയിട്ട് വേണം ഈ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുടച്ചെടുക്കണം. അതായത് സോപ്പ് ഒന്നും തേക്കുന്നില്ലല്ലോ. നമ്മൾ ഈ മഞ്ഞളും ഒക്കെ തേക്കുന്നത് മേലേക്ക് പിടിക്കണമെങ്കിൽ ഈ കുഴമ്പ് അല്ലെങ്കിൽ ഈ തൈലം മേത്തുനിന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ചൂടിലെടുത്ത് വെച്ച ആ ഒരു വെള്ളത്തിൽ, നാൽപ്പാമര വെള്ളത്തിൽ തോർത്തും കൊണ്ട് മുക്കിയിട്ട് അത് മേൽക്കൂടെ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുഴമ്പൊക്കെ അതിൽ തന്നെ ഓൾമോസ്റ്റ് പോയി കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മഞ്ഞളും മാറലും എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇത് നാൽപ്പാമര വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട് മേലൊക്കെ തേച്ച് പിടിപ്പിക്കും. ഒരു 15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കഴുകി കളയാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മുടെ മേത്തുണ്ടാവുന്ന ആ കറുപ്പ് പാടും, ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്തൊക്കെ നല്ല ഡാർക്കായിരുന്നു എനിക്ക്. ഇപ്പം അതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഡാർക്ക്നെസ് ഒക്കെ കുറേ പോയിട്ടുള്ളത്. തലയിൽ വെളിച്ചെണ്ണ നമ്മൾ മേല് മഞ്ഞളൊക്കെ തേക്കുന്ന ആ ടൈമിൽ തേച്ചാൽ മതി. അതന്നെ ഒരു 10-15 മിനിറ്റ് വരുന്നുണ്ട്. അതിന് മുന്നേയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൾഡൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ നേരം വെളിച്ചെണ്ണ തേച്ചിട്ട് ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് തുടക്കത്തിലേ തേക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ താളി ഇതൊക്കെ പ്രിപ്പറേഷനൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്ത് എണ്ണയാണ് യൂസ് ചെയ്തതെന്നും പറയും. മുടിയൊക്കെ അത്യാവശ്യം ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് എടുത്ത ഇൻഗ്രീഡിയൻറ്റ് അലോവേരയാണ്. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചന്ദനത്തിൻ്റെ ഇല, കറിവേപ്പില, പനിക്കൂർക്ക, തുളസി ഇല, അരിവേപ്പിൻ്റെ ഇല, അതുപോലെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, 4-5 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടൊരു
ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരെ ഈ അലോവേറയും വെളിച്ചെണ്ണയും കൂടെ ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഒരു പച്ചവെള്ളം പരുവാവുന്ന സമയത്ത് നിർത്തും. അപ്പം ഈ നല്ലൊരു സ്മെല്ലാണ് ഈ ഇലയ്ക്ക്. പിന്നെ ഞാൻ ആ പ്രസവ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നീച്ചിൽ താളിയാണ്, മുടി നീട്ടി താളി എന്നൊക്കെ പറയും. നമുക്ക് 30 ദിവസം വരെ മുറിച്ച് ഇടിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഉണ്ടാക്കേണ്ട വിധം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം ഈ ഒരു താളിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നന്നായിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കാനും അതേപോലെ തന്നെ മുടി വളരാനും നല്ല ഒരു തണുപ്പ് തലയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഭൂമിക വേദിക്സിൻ്റെ വെളിച്ചെണ്ണ ഞാൻ ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ള അരിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കിലോ അരിയും ബാക്കി കുറേ ധാന്യങ്ങളൊക്കെ ചേർത്ത് മരുന്നാണിത്. ഒരു 2 കിലോ മരുന്നുമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കുറച്ച് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് കൂടാതെ കിടി, വെളുത്തുള്ളിയും കായും, അയ്മോദകം, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഡീറ്റെയിൽസ് മാത്രം വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ടൈമിൽ തേക്കാറുള്ളത് കുഴമ്പൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേച്ച് കുളിക്കേണ്ട മുക്കൂറ്റ് എന്ന് പറയുന്നൊരു വെളിച്ചെണ്ണയാണ്. 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈക്വൽ എമൗണ്ടിൽ മഞ്ഞളും എടുക്കുക. അത് നമ്മുടെ എണ്ണയിലിട്ടിട്ട് നല്ലോണം കാച്ചിയെടുക്കുക. നമ്മുടെ കരുവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഉള്ളിച്ചോറ് ഉണ്ടാക്കി തരുമായിരുന്നു. അതുപോലെ തന്നെ ആട്ടിൻ്റെ സൂപ്പ്. ചില സൈഡിലേക്കൊക്കെ പറയും ഒരു പ്രസവത്തിന് 1 ആട് എന്ന് പറയും. അപ്പം ആടിൻ്റെ ഇറച്ചിയും നമ്മൾ കഴിക്കുക. അതേപോലെ തന്നെ ലിവർ നല്ലതാണ്. അതേപോലെ തന്നെ എല്ലിൻ്റെ ഭാഗങ്ങൾ യൂസ് ചെയ്തുണ്ടാക്കുന്ന സൂപ്പ് നല്ലതാണ്. എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.